നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം അത്ര കോമണായിട്ട് പലയിടത്തും ചെയ്യാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. കാരണം ഈ പിനൈൽ ഇംപ്ലാന്റ് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നില്ല. ഇപ്പം കേരളത്തിൽ 1-2 സെൻറ്റർ മാത്രമേ ചെയ്യുന്നുള്ളൂ. വെളിയിലും അതുപോലെ ചില വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ചെയ്യുന്നുള്ളൂ. പിനൈൽ ഇംപ്ലാന്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന് വേണ്ടി മറ്റൊരു കാര്യങ്ങൾ, അതായത് മരുന്നുകളൊന്നും ഫലിക്കാതെ വരിക, അല്ലെങ്കിൽ മരുന്ന് ടോളറേറ്റ് ചെയ്യുക, ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇത് വീനസ് ലീക്കാണോ അത് ബ്ലഡ് സർക്കുലേഷൻ കുറവാണോ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് മറ്റു മാർഗവും ഇല്ല എങ്കിൽ പിനൈൽ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു. പക്ഷേ അദ്ദേഹം നമ്മൾ നേരത്തെ 3-4 വർഷം മുമ്പ് ഇതേ അസുഖത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പം ഇത് ഇംപ്ലാന്റ് തന്നെ ചെയ്യണം എന്ന് ഇവിടുന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം കേരളത്തിലുള്ള ആളല്ല, വെളിയിൽ നിന്നുള്ള ആളായതുകൊണ്ട് അവിടെ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഒപ്പീനിയന് വേണ്ടി പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് ചെയ്തു. അപ്പോൾ അവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് റേറ്റും അങ്ങനെയൊക്കെ കിട്ടിയത് കൊണ്ടാണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മൂത്രമൊഴിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ പെനീസിൻ്റെ അറ്റഭാഗം സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നില്ല, വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ 3 months കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല, പ്രയാസമാണ്. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളായി. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇവിടെ വന്ന് നോക്കിയപ്പോഴേ 2 ഇംപ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം കറക്റ്റായിട്ടുള്ള പൊസിഷൻ ഉണ്ട്, പക്ഷേ ഒരെണ്ണത്തിന് ഇച്ചിരി ലെങ്ത് കുറവാണ്. അത് ചിലപ്പം വെച്ചപ്പോൾ ലെങ്ത് കുറഞ്ഞതാണോ അതോ ഇനി അവിടുന്ന് എവിടെയെങ്കിലും സ്ലിപ്പ് ചെയ്ത് പോയതാണോ എന്താണെന്നറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് ആ ഷേപ്പും ഒരു ഇച്ചിരി അബ്നോർമലായിട്ട് തോന്നും. അദ്ദേഹത്തിനും അതിന് വിഷമമുണ്ട്, പാർട്ട്ണർക്കും അതിൽ വിഷമമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ഇവിടെ അപ്പോൾ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത് ഷോർട്ടാണ്, ഇപ്പോൾ ഉള്ള ആവശ്യത്തിനുള്ളത് ലെങ്തിൽ നിന്നും ഷോർട്ടാണ്. അപ്പോൾ ആ ഒരെണ്ണം മാറ്റിയിട്ട് മറ്റേത് അതുപോലെ വയ്ക്കാം. ആ ഒരെണ്ണം മാറ്റിയിട്ട് കറക്റ്റ് ലെങ്തിൽ ഒരെണ്ണം വെക്കണം എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ 2 എണ്ണം വെച്ച് കഴിഞ്ഞെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ളതിന് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ആ ഷേപ്പും പവറും കിട്ടത്തുള്ളൂ. അത് ഈ പറയാനുള്ള കാരണം, ഇതുപോലുള്ള ഇംപ്ലാന്റ് നമ്മൾ ചെയ്യുമ്പം ഏറ്റവും ഇത് വളരെ റൂട്ടീനായിട്ട് ചെയ്യുന്ന സ്ഥലത്ത്, എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാകും. അങ്ങനെ ഒരു സ്ഥലത്തെ ഇംപ്ലാന്റ് ചെയ്യാവൂ. മറ്റു കാര്യങ്ങളൊക്കെ എവിടെ ചെയ്താലും ഇംപ്ലാന്റ് ചെയ്യുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ഥലത്തെ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മളിത് രണ്ടാമത് ഇത് എടുത്തിട്ട് പിന്നെ ഇത് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.